മസ്കറ്റിലേക്ക് നേരിട്ടുള്ള സർവീസുകൾക്കായി വിദേശ വിമാന കമ്പനികളെ ക്ഷണിച്ച് ഒമാൻ എയർപോർട്ട്സ്. ആഗോളതലത്തിൽ വിപുലീകരണം ലക്ഷ്യമിടുന്നതിനായുള്ള ചർച്ചകൾ സജീവമാക്കിയതായി ഒമാൻ എയർപോർട്ട് സിഇഒ അഹമ്മദ് ബിൻ സയ്യിദ് അൽ അംറി പറഞ്ഞു. വ്യോമയാന വാണിജ്യ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നിരവധി കരാറുകളും പരിഗണനയിലുണ്ട്. നിരവധി വിമാന കമ്പനികളുമായി നിലവിൽ ചർച്ചകൾ നടന്നുവരികയാണെന്ന് ഒമാൻ എയർപോർട്ട് സിഇഒ എഞ്ചിനീയർ അഹമ്മദ് ബിൻ സയ്യിദ് അൽ അംറി വെളിപ്പെടുത്തി. ബുഡാപെസ്റ്റിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒമാനിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾ ആരംഭിക്കുന്നതിനായി യൂറോപ്യൻ ബജറ്റ് എയർലൈൻ വിസ എയറുമായി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഹംഗേറിയൻ തലസ്ഥാനമായ ബുഡാപെസ്റ്റ് വഴിയോ മറ്റ് യൂറോപ്യൻ നഗരങ്ങൾ വഴിയോ റൂട്ടുകൾ ഉടൻ ആരംഭിക്കുന്നതിനുള്ള നീക്കത്തിലാണെന്നും അംറി സൂചിപ്പിച്ചു. ഒമാനിലെ ചൈനീസ് എംബസിയുമായി ഏകോപിപ്പിച്ച് ഷാങ്ഹായിൽ നിന്നോ ഗോങ്ഷുവിൽ നിന്നോ മസ്കറ്റിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസുകൾക്കായി ചൈന ഈസ്റ്റേൺ എയർലൈൻസിനെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയുടെ സാധ്യതകളും നേരിട്ടുള്ള വിമാന സർവീസുകൾക്കായി വിയറ്റ്നാമീസ് വിപണിയെക്കുറിച്ചും ഒമാൻ എയർപോർട്ട്സും ഒമാൻ എയറും സംയുക്തമായി പഠിക്കുന്നുമുണ്ട്. അതേസമയം ഖരീഫ് സീസണിൽ സലാലിലേക്ക് വിമാന സർവീസുകൾ വർദ്ധിച്ചതും GCC രാജ്യങ്ങളിൽ നിന്നുള്ള വർദ്ധിച്ചിരുന്ന താൽപ്പര്യവും മികച്ച സൂചനയായാണ് അധികൃതർ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ച സിംഗപ്പൂരിലെ ചാങ്കി വിമാനത്താവളവുമായുള്ള തന്ത്രപരമായ കരാർ വ്യോമയാന വാണിജ്യ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത് കൂടിയാണ്. മീഡിയ 1 മസ്കത്ത്.